ഹലോ ഗായ്സ്, ഇഫ്താറിൻ്റെ സമയത്ത് യൂട്യൂബിലൊക്കെ നിറഞ്ഞു നിന്നിരുന്ന ഒരു പത്തിരിയാണ് പാൽപ്പത്തിരി. ഇപ്പോഴാണ് കേട്ടോ എനിക്കിത് ഉണ്ടാക്കാൻ സമയം കിട്ടിയത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. ആദ്യം ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 2 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് 2 കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ അടിച്ചെടുക്കണം. നമ്മൾ നീർദോശയൊക്കെ ഉണ്ടാക്കുന്ന പോലെ അങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയിലുള്ള ബാറ്ററാണ് തയ്യാറാക്കിയെടുക്കേണ്ടത്. അപ്പോൾ ആദ്യം ഒരു കപ്പ് ഒഴിച്ചു അടിച്ചതിന് ശേഷമാണ് വീണ്ടും ഒരു കപ്പ് ഒഴിച്ചിട്ട് അടിച്ചെടുക്കുന്നത്. എന്നിട്ട് ഇതാ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നല്ല തിക്കോ അല്ല അധികം ലൂസും അല്ല, അങ്ങനത്തെ ഒരു പരുവത്തിലാണ് വേണ്ടത്. പിന്നെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. എൻ്റെ ബാറ്ററിന് ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടിത് നല്ല റെഡിക്കായിരുന്നില്ല എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. എന്നാലും ഒരു വിധത്തിലൊക്കെ ഒപ്പിച്ച് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, പത്തിരി ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. നമ്മളിത് വേവിക്കല്ലോ, ഈ കേക്ക് വേവിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പാനിൻ്റെ അനുസരിച്ചിട്ടുള്ള വലുപ്പത്തിൽ വേണം പത്തിരി തയ്യാറാക്കിയെടുക്കാനായിട്ട്. അങ്ങനെ ഇതാ ഞാനിവിടെ 10-12 പത്തിരി കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാലിൻ്റെ മിക്സ് ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതിലേക്ക് 4 മുട്ടയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഒരു മിക്സിയുടെ ജാറിലേക്ക് തന്നെയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. മിക്സിയുടെ ജാറിലേക്ക് 4 മുട്ട ഒഴിച്ച് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള പഞ്ചസാരയും 1/2 ലിറ്റർ പാലുമാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ വേണമെങ്കിൽ ഫ്ലേവറിന് വേണമെങ്കിൽ ഏലക്ക ചേർക്കാം കേട്ടോ. അപ്പോൾ അത് ആ പഞ്ചസാര കൂടി ചേർത്തിട്ട് ഏലക്കയും ചേർത്തിട്ട് ഞാനിവിടെ നല്ല പോലെ അരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ടാണ് കേക്കിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പൊക്കെ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അതാ ഞാനിവിടെ ഈ ഒരു പാനിലാണ് ചെയ്തെടുക്കുന്നത്. ഇതൊരു 6 ഇഞ്ചിൻ്റെ പാനാണ്, കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന പാനാണ്. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് മൈദ ഡസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്കാണ് ഓരോ പത്തിരിയായിട്ട് വെച്ച് കൊടുക്കുന്നത്. ആദ്യം നോമ്പിന് മാത്രമല്ല പത്തിരി വെച്ച്, അല്ലാതെ കുട്ടികൾ സ്കൂളിൽ വിട്ട് വരുമ്പോഴും അതുപോലെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള വളരെ പെട്ടെന്ന് അധികം ചേരുവകളും ആവശ്യമില്ല. അതുപോലെ തന്നെ കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റാണ് പറയുന്നത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന കിടിലനായിട്ടുള്ളൊരു അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കില്ല. ഇതുപോലെ ലെയറായിട്ട് സെറ്റ് ചെയ്തിട്ട് വെച്ചതിന് ശേഷം നമുക്ക് ബാക്കി പരിപാടികൾ നോക്കാം. ഇനി കുറച്ചുകൂടെ ഒരു ഭംഗി കൂട്ടാനായിട്ട് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. തികച്ചും ഓപ്ഷണലാണ്, വേണമെങ്കിൽ മതി. അപ്പോൾ അത് ഇതുപോലെ നല്ല പോലെ കുതിർത്ത് നിൽക്കണം. നമ്മുടെ പത്തിരിയൊക്കെ മുങ്ങിക്കിടക്കുന്ന രീതിക്ക് വേണം പാലിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാനായിട്ട്. അത് പറയാൻ പ്രത്യേകിച്ച് കാരണമുണ്ട്. കാരണം എൻ്റേത് കുറച്ച് കുറവായിരുന്നെന്ന് തോന്നുന്നു. മുകളിലെ പോർഷനിലൊന്നും അധികം പാലിൻ്റെ മിക്സ് എത്തിയിട്ടുണ്ടായിരുന്നില്ല. എന്നാലും അടിപൊളിയായിരുന്നു. അപ്പോൾ അത് ഇതുപോലെ ഫുള്ളായിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് വേറൊരു പാത്രത്തിൽ വെച്ചിട്ട് 10 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പാൽ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പാൽ പത്തിരിന്നോ പാൽ കേക്കെന്നോ എന്ത് വേണമെങ്കിലും പറയാം. നല്ല സോഫ്റ്റും അതുപോലെ നല്ല ടേസ്റ്റും ആയിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നല്ല കിടിലൻ ടേസ്റ്റാണ്. ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.